ഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിൽ MP പറഞ്ഞൊരു കാര്യം. അങ്ങനെയാണ് അതിന് ഉത്തരവാദി ആരാണ്? ഈ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ വെച്ച പണമെടുത്ത് മറ്റു രീതിയിലേക്ക് ചെലവഴിക്കണമെന്നാൽ ഒരു ഈ കേരള സർക്കാരിന്റെ കീഴിലാണല്ലോ ആശുപത്രി, മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിന് അനാമത്ത് ജോലികളും മരാമത്ത് ജോലികളും ചെയ്യാൻ സർക്കാർ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അങ്ങനെ അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അത് HDCയുടെ തലയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെ തലയിൽ വെച്ചോ ഊരി പോകാൻ കഴിയില്ല. അവിടെ ആശുപത്രികളും ഞാനിപ്പോ ഒന്നും കൂടി പറയുന്നുള്ളൂ. ഈ കേന്ദ്ര ഗവൺമെന്റ് PMSSY പ്രോജക്ട് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. 7 നില കെട്ടിടമാണ് എല്ലാ സൗകര്യം വന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് അന്ന് ഗവൺമെന്റ് ഫിറ്റുമായി MOU ഉൾപ്പെട്ടത്? അവിടെ ആവശ്യമായ എല്ലാ 126 സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാൻ സംബന്ധിച്ചുകൊണ്ടാണ് ഈ പ്രോജക്ട് കൊടുത്തത്. ഈ നിമിഷം വരെ ഈ സ്റ്റാഫിനെ കൊടുത്തില്ല. നിങ്ങൾ എത്ര വർഷമായി ഈ ആശുപത്രി എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും? അപ്പൊ ഇതൊരു വളരെ മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൂടെ കാണിക്കുന്ന ഒരു അനാസ്ഥയോടെ ഗവൺമെന്റ്. അവിടെ ഈ സമരത്തിൽ DCC സമരം നടത്തി, താങ്കൾ സമരം നടത്താൻ പോകുന്ന യൂത്ത് ലീഗ് നടത്തി. പക്ഷേ യൂത്ത് കോൺഗ്രസ് അവിടെ എവിടെയും ഈ സമരരംഗത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഗൗരവമായ വിഷയം, HDSന്റെയും HDCയുടെയും ഫണ്ട് ഇങ്ങനെയാണ് വകുപ്പ് പഠിച്ചത്. അതെങ്ങനെ തരംമാറ്റം? നമ്മള് ഭൂമി തരംമാറ്റം നമുക്ക് കിട്ടില്ല. ഈ ഫണ്ട് ഒരിക്കലും തരംമാറ്റാൻ പാടില്ല. ആശുപത്രിയിലെ വരുന്ന രോഗികളുടെ ക്ഷേമത്തിനാണ് ഈ ഫണ്ടിന്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അതാണ് ആ HDCയുടെയും HDCയുടെയും സ്റ്റാറ്റ്യൂട്ട് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. രോഗികൾക്കാണോ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഡോക്ടേഴ്സ് ലീവ് എടുത്ത് പോകാൻ പേടിക്കുന്ന ജോലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവശ്യമായ മരുന്ന് കൊടുക്കാൻ ഒന്നും കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല. ചികിത്സ മരുന്ന് കൂടെയാണല്ലോ കൊടുക്കേണ്ടത്. സർജറി ഉൾപ്പെടെ നിന്നിരിക്കാൻ ആലോചിക്കണം. ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ ഉണ്ടായിട്ട് പോലും എന്താണ് കോഴിക്കോട്ടെ മന്ത്രിമാർ അനങ്ങാത്തത്? എന്താണ് അനങ്ങാപ്പാറ സമീപനം? അവർ ഉത്തരം പറയണ്ടേ? അവർക്ക് ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് ഞാൻ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾ ഏറ്റെടുത്ത വിഷയമാണ്. നിങ്ങളാണ് പുറത്ത് കൊണ്ടുവന്നത്.